മലപ്പുറം താനൂരിൽ CPIM ലീഗ് സംഘർഷത്തെ തുടർന്ന് പോലീസ് സൃഷ്ടിച്ച ഭീകരതയിൽ നാട്ടുകാർ വീടുപേക്ഷിച്ച് പലായനം ചെയ്തു. ചിലയിടങ്ങളിൽ സ്ത്രീകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവരാകട്ടെ ഭീതിയോടെയാണ് കഴിയുന്നത്. +2 പരീക്ഷ എഴുതേണ്ട കുട്ടികളെ അടക്കം പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം. പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തതായി ആരോപിക്കപ്പെടുന്ന +2 വിദ്യാർത്ഥി നബീൽ ബാബുവിന്റെ വീടാണിത്. മുറ്റത്ത് വാഹനങ്ങൾ തകർത്ത നിലയിൽ, വീടും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വീട്ടുകാർ മറ്റെവിടേക്കോ മാറിയിരിക്കുന്നു. സമാനമാണ് സമീപത്തെ വീടുകളിലെ എല്ലാം അവസ്ഥ. വാട്ടറകത്തെ ബീബാത്തുവിൻ്റെ വീട്. 3 ഓട്ടോറിക്ഷകൾ തകർക്കുകയും വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു. മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്ന ആളുടെ അടക്കമുള്ള ഉപജീവന മാർഗമാണ് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത്. എല്ലാം തകർത്തത് പോലീസാണെന്ന് നാട്ടിൽ അവശേഷിക്കുന്നവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഭയങ്കര ശബ്ദം. ഇതുപോലെ വീട്ടിൽ അടിച്ചു പൊളിച്ച് ഗേറ്റൊക്കെ അടിച്ചു പൊളിച്ച് കയറാൻ ചവിട്ടി പൊളിച്ചാണ് വാതില ചവിട്ടി പൊളിച്ച് ആയിട്ട് തള്ളി കയറി. ആരാന്ന് പറഞ്ഞത്? പോലീസ് നടപടി ഭയന്ന് പുരുഷന്മാർ പലരും ഒളിവിലാണ്. പലരും കുടുംബസമേതം നാടുവിട്ടു. എങ്ങും പോകാൻ കഴിയാത്ത ചില സ്ത്രീകൾ ഭയപ്പാടോടെ കഴിയുന്നു. ഞങ്ങളറിയില്ല, അവരൊക്കെ നാട് വിട്ട് പോയി. ആരുമില്ല ഇവിടെ. ഇപ്പം ഞങ്ങൾ സ്ത്രീകൾ തന്നെ ഉള്ളു. നിയമപാലകരുടെ അക്രമം ഭയന്ന് ഒരു നാട് മുഴുവൻ ഭയന്നോടിയതാണ് താനൂർ തീരദേശത്തെ നിലവിലെ കാഴ്ച. അക്രമവും പോലീസ് നടപടിയും ഭയന്ന് പലരും വീട് വിട്ടു പോയിരിക്കുന്നു. ഈ പ്രദേശത്തെ പല വീടുകളും ഇതുപോലെ അടച്ചുപൂട്ടി ഇരിക്കുകയാണ്. ക്യാമറാമാൻ സഞ്ജു പൊറ്റമലിനൊപ്പം KR സാജു, താനൂർ, മീഡിയ 1. താനൂരിലെ പോലീസ് അതിക്രമം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അസ്ലം നിയമസഭയിൽ നിന്ന്. അസ്ലം, വിശദാംശം എന്താണ്? അടിയന്തര പ്രമേയമായി N. ഷംസുദ്ദീൻ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടിയിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ തുടക്കം എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, താനൂരിലുണ്ടായ അക്രമം ചിലരുടെ അസഹിഷ്ണുതയുടെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ്, അസഹിഷ്ണുതയുടെ പ്രകടനമാണ് എന്നാണ്, അസഹിഷ്ണുത സൃഷ്ടി എന്നാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. അവിടുത്തെ ഉണ്ടായ രാഷ്ട്രീയമായ ഒരു സംഘർഷത്തിന്റെ ഭാഗമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ അസഹിഷ്ണുതയുടെ ഭാഗമാണ് അക്രമം എന്ന് സൂചന നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരം തുടങ്ങിയിരിക്കുന്നത്. അതിന് നോട്ടീസിന് വേണ്ടി പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം, അക്രമികൾ, പോലീസും CPM അക്രമികളും കൂടി ചേർന്ന് ആ പ്രദേശം, താനൂരിലെ പ്രദേശം സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്. അക്രമികളെ അമർച്ച ചെയ്യുന്നതിന് പകരം പോലീസ് അക്രമികളുടെ കൂട്ടാളികളായി മാറുകയാണ് ചെയ്തത്. നിരവധി പേർക്ക് അവിടെ അക്രമം ഉണ്ടാവുകയും വാഹനങ്ങൾ കത്തിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ പലർക്കും പലായനം ചെയ്യുന്ന വരുന്ന സാഹചര്യമുണ്ട്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയത്. ഇതേ വിഷയം സബ്മിഷനായി താനൂരിലെ MLA V. അബ്ദുറഹ്മാൻ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അതേസമയം വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് തന്നെ പരിഗണിക്കാമെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. അത് ഇപ്പോൾ അതിന്റെ ആദ്യ നടപടി എന്ന നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താനൂരിലെ പോലീസ് അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. അക്രമികളെ കിട്ടാതെ വന്നപ്പോൾ വീടുകൾ അടിച്ചു തകർത്ത പോലീസ് സംഘം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതായും ആക്ഷേപം. രോഗികളെ വരെ പേടിപ്പിച്ചാണ് പോലീസ് താനൂരിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇവർക്ക് ഇപ്പോഴും ഭീതിയാണ്. തങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിതച്ച ഭീകരത വിശദീകരിക്കുമ്പോൾ പലരുടെയും വാക്കുകളിൽ നിസ്സഹായത തെളിയുന്നു. അടിവെച്ചവർ അങ്ങോട്ട് പോയി. പിന്നെ പോലീസുകാർ വന്നാണ്. ഞങ്ങൾ തീരമൈത്രിൻ്റെ ഗ്രൂപ്പുകാരാണ്. ഞങ്ങൾ ഇതിനൊക്കെ എറിഞ്ഞ് ചില്ല് പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ബോർഡൊക്കെ മുറിച്ചിട്ട് വണ്ടിയൊക്കെ തമർത്തിൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയൊക്കെ ചതിച്ചിട്ടിക്കാണ്. പുരുഷന്മാരെ പിടികൂടാൻ കഴിയാത്തതിന്റെ അരിശം സ്ത്രീകളോട് അസഭ്യം പറഞ്ഞു പോലീസ് സംഘം തീർത്തുവെന്നാണ് പരാതി. പൊളിക്കാൻ കഴിയാണ്ട് ഇരുമ്പിൻ്റെ വടിയോട് കുത്തി പൊളിച്ച് ഇത് ഓടിയിട്ട് വേണം 5 കുട്ടികളെ ഭാര്യന് പോറ്റണമെങ്കിൽ. അങ്ങനെ ഈ അക്രമമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രായം ചെന്ന സ്ത്രീകൾ മാത്രമുള്ളിടത്തും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായാണ് ആക്ഷേപം. ഇത് ഞാൻ അസുഖക്കാരിയാണ്. എൻ്റെ ഭർത്താവ് കിഡ്നീൻ്റെ ഓപ്പറേഷൻ ചെയ്ത എവിടെ ഉണ്ട്? കിഡ്നീൻ്റെ ഓപ്പറേഷൻ ചെയ്തെന്നും പറഞ്ഞാൽ നാട് വിട്ട് വിടലാണ്ടി, വിടടിങ്ങട്ട് ഇറക്കടിങ്ങട്ടെന്നും പറഞ്ഞൊരു തെറിയില്ല. പോലീസ് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ പെരുമാറിയതായി ലീഗും ആരോപിക്കുന്നു. ഇതുപോലെയുള്ളൊരു ക്രൂരത ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, CPM പ്രവർത്തകന്മാർ ഒരു ഭാഗത്തും അവരോടൊപ്പം നിന്നുകൊണ്ട് പോലീസുകാരും വളരെയേറെ അക്രമം കാണിച്ച വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അനീതി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. രാഷ്ട്രീയ സംഘർഷമുണ്ടായ താനൂരിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടതിനു പകരം പോലീസ് നടത്തിയത് അക്രമവും തേർവാഴ്ചയും. 3 കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾ തല്ലിത്തകർത്തത് പോലീസാണെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു.
നിയമം പാലിക്കേണ്ടവർ നിയമം കയ്യിലെടുത്തു എന്നാണ് ഉയരുന്ന ആക്ഷേപം. താനൂരിൽ നിന്നും സഞ്ജു പൊറ്റമലിനൊപ്പം KR സജു, മീഡിയ 1. KR സാജു ചേർന്നു ഇപ്പോൾ താനൂരിൽ നിന്ന് തത്സമയം. സാജു, ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ പഴയപടിയായോ? ഒപ്പം തന്നെ അവിടെ ആളുകൾ കൂട്ടപലായനം ചെയ്യുന്നുവെന്ന് ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഭീതിതമായ ഒരു സാഹചര്യമാണോ അവിടെ? നിഷാദ്, സംഘർഷം ആദ്യ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചിരുന്നു. ഏതാണ്ട് കടപ്പുറം പ്രദേശങ്ങൾ പൂർണ്ണമായും ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഭീതി ഇപ്പോഴും ആളുകളുടേത് ഒഴിഞ്ഞിട്ടില്ല. പലരും വീട് വിട്ടുപോയവർ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. പല വീടുകളിലും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രായം ചെന്നവരുമുണ്ട്. കുട്ടികൾ അടക്കമുള്ളവരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചതായും ഇവർക്ക് പരാതി ഉണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം നാട്ടുകാരായ ചില ആളുകൾ കൂടി ചേരുന്നുണ്ട്. പോലീസ് എത്തുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് സംഘർഷം ഒരു ഭാഗത്ത് നടക്കുമ്പോഴായിരിക്കുമല്ലോ പോലീസ് എത്തിയത്. എന്തായിരുന്നു അവിടെ നടന്നത്? അവിടെ വടുപ്പ് നടന്നപ്പോൾ വെരിയിൽ കയറി. നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങലില്ല, കുട്ടികൾ ഇറങ്ങൂല. ഇതുവരെക്കും ഒരു കച്ചറില്ലാത്ത കുട്ടികളാണ്, പോകൂല, അവരൊന്നും പോവില്ല. പോലീസ് ഒരു പരാതി എന്തെങ്കിലും നോക്കട്ടെ. തങ്ങളുടെ മക്കൾ ഇപ്പൊ എവിടെയാണ്? എവിടാന്ന് ഒരു പുറത്തല്ല. പോലീസ് പിടിച്ചോണ്ടേതാണ്. അല്ല, പിടിച്ചോണ്ടേതാണ്. എവിടാന്ന് ഒരു പിടുത്തം കിട്ടിയില്ല. ഇത്തരത്തിലാണ് പലരുടെയും അവസ്ഥ. ഇപ്പോൾ നമ്മളോടൊപ്പം സ്ത്രീകളും ചേരുന്നുണ്ട്. അവർ ആ ഭീതിജനകമായ രാത്രിയിൽ വീടുകളിൽ കഴിഞ്ഞവരാണ്. പലതിനും ദൃക്സാക്ഷിയാണ്. എന്താണ് നിങ്ങൾ ആ രാത്രി കണ്ടത്? ഞങ്ങൾ ഇത് ഇവിടെ കയ്യെന്തൊന്നും ഒരു മുക്കവാറും അറിയലില്ല. ഞങ്ങൾ കുട്ടികൾ പുറത്ത് പോകലില്ല പേടിച്ചിട്ട്. അവരെ തടി കാത്തുനിന്ന് നയിച്ചിട്ട് ഇന്ന് കിട്ടിങ്ങി തിന്നണവരാണ്, പാവപ്പെട്ടവരാണ്. ഞങ്ങൾ അടിച്ചു കെട്ടി ഉറങ്ങണ സമയത്ത് വീട് ചവിട്ടി പൊളിക്കാനാണ് ഞങ്ങൾ എണീച്ച് കുട്ടികൾ പരീക്ഷയൊക്കെ പഠിക്കണ കുട്ടികൾ നിലവിളിച്ചിട്ട് മുണ്ടി പോവരുത്. പെൺകുട്ടീനോട് മുണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആണാണ് പെണ്ണാന്ന് നോക്കൂല. ഞങ്ങൾ ഇവിടെ ഇട്ട് എന്തെങ്കിലും കാട്ടും. ആരങ്ങനെ പറഞ്ഞു? പോലീസോ പട്ടാളാരെന്നല്ല 10-50 എണ്ണം കയറി വന്നിക്കണം. ഞങ്ങൾ മുണ്ട് ഞാനിങ്ങനെ വെറിച്ച് പറയുമ്പോൾ പറയാം, തള്ള ചെലുക്കരുത്, കുട്ടികളൊക്കെ നല്ലോണം വളർത്തണം. എന്നിട്ട് മോളിയുണ്ട് ഞങ്ങൾക്ക്. മോളിൽ 3 പ്രാവശ്യം കയറി. ഇപ്പം എൻ്റെ ഒരു മകനുണ്ട്, അവൻ ഓടെടുത്ത് പാഞ്ഞു പോയിട്ടല്ല, അവനെ എന്നെ പിടിച്ച് എൻ്റെ മുന്നിലിട്ട് അടിച്ചാൽ ഞാനത് കാണണം. അതിന് അവരെ കിട്ടാത്തൊക്കെ ഞങ്ങൾ അതിനെ കാണും വലിയ വർത്താനൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ജനാലെല്ലാം മുറിൻ്റെ ജനവാലി തുറന്ന് അടിച്ച് പൊളിച്ച് വണ്ടി മുറ്റത്തിന് അമർത്തിട്ടിരിക്കുന്നു. ആരാണ് വണ്ടിയൊക്കെ തകർത്തത്? ആ പോലീസുകാരെന്നാണ്. പോലീസാണ് ആരാന്ന് ഞങ്ങൾക്ക് പറയാൻ വിവരമില്ല. ജീവിതത്തിൽ ഇന്നാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം കാണുന്നത്. നമ്മളോടൊപ്പം മറ്റൊരു തിന്നണവരാണ്. ഞങ്ങൾക്കൊരു കഴിവില്ല. അവരൊക്കെ ഞങ്ങൾ കടമ്പ പണിയെടുത്തിട്ട് കടമ്പ ഇടാൻ വയ്യില്ലാത്തവരാണ്. എന്താ ഞങ്ങളിതൊക്കെ പൊളിച്ചാൽ ഞങ്ങൾ എവിടെ പോയിട്ട് വീട് പാർക്കല് റോഡ് വേണ്ടാനാ? നിഷാദ്, ഇത്തരം ചില അവസ്ഥകൾ ഇവിടെ ഉണ്ട് താനും. അത് നമുക്കിവിടെ കാണാനും കഴിയും. ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു KR സാജു ആണ് താനൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നത്. താനൂരിൽ CPIM ലീഗ് സംഘർഷം നടന്ന മേഖലകളിൽ പ്രതികളെ പിടികൂടാനെന്ന പേരിൽ പോലീസ് നടത്തിയ തേർവാഴ്ച വലിയ തോതിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിരവധി വീടുകളിൽ പോലീസ് അക്രമം അഴിച്ചുവിട്ടുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുസ്ലിം ലീഗ് നേതാവ്, ടെലിഫോണായിൽ. അബ്ദുറഹ്മാൻ രണ്ടത്താണി, അന്ന് CPIM ലീഗ് സംഘർഷമുണ്ടായതിനു ശേഷം പോലീസ് നടത്തിയ തേർവാഴ്ചയിൽ വലിയ തോതിൽ ആളുകൾക്കിടയിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കി, ആളുകളുടെ മുതൽ നശിപ്പിക്കുന്നതിൽ പോലീസ് തന്നെ പ്രധാന പങ്കാളിത്തം വഹിച്ചു എന്നതൊക്കെയാണ് ആരോപണം. താങ്കൾ ആ മേഖലയിൽ പോയിരുന്നുവല്ലോ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഇല്ല, ഞങ്ങൾ ആ മേഖലയിൽ പോയിരുന്നു. ആ മേഖലയിൽ കാണാൻ കഴിഞ്ഞത് അവിടെ 1-2 വീടുകളിൽ പെട്രോൾ ബോംബും അതുപോലെ തന്നെ വെച്ച് കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടിവാൾ ഉപയോഗിച്ച് വെട്ടിയിട്ടുണ്ട്. അത് CPM പ്രവർത്തകന്മാരാണ് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഒരു ലീഗ് പ്രവർത്തകന്റെ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രവും അതുപോലെ തന്നെ വലയും ഒക്കെ കത്തിച്ച് കളഞ്ഞത് കാണുന്നുണ്ട്. പ്രാവുകളെ പോലും ചുട്ടരിച്ചു വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങളെക്കാൾ ഏറ്റവും ഭീകരമായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അവിടെ അക്രമം അമർച്ച ചെയ്യാനെത്തിയ പോലീസ് കാണിച്ച വളരെ വലിയ ക്രൂരതയാണ്. കാരണം ഏകദേശം അവിടെ ജമാൽ പീടിക മുതൽ കുട്ടുംപുറം വരെയുള്ള 2-3 കിലോമീറ്റർ ദൂരത്തോളം റോഡിന്റെ ഇരുവശവും മുഴുവൻ വീടുകളുടെയും ഗ്ലാസുകളും വാതിലുകളും ജനലുകളും ഒക്കെ തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനങ്ങൾ അടിച്ച് തകർത്തിരിക്കുന്നു. 100 വാഹനങ്ങളാണ് ഓരോ വീട്ടിന് മുമ്പിലായിട്ട് കിടക്കുന്നത്. ഈ വളരെ ഒരു ഭീതിയുള്ള അന്തരീക്ഷമാണ്. പുരുഷന്മാരുടെ ആർക്കും അവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഞങ്ങളോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാനാവുമോ?
ഞാൻ ചോദിച്ചു, പോലീസിന്റെ പോലീസാണ് ഇവിടെ വിഷയം. ഈ പോലീസുകാർ ഞങ്ങളെ കിടന്നുറങ്ങാൻ അനുവദിക്കുമോ? വളരെ അസഭ്യമാണ് പല വീടുകളിലും പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ പ്രയോഗമൊന്നും ഇതുപോലുള്ള ഒരു ചാനലിലൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത്ര വൃത്തികെട്ട ഭാഷയാണ് പല വീടുകളിൽ ഉപയോഗിച്ചത്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ പോലും പരീക്ഷ എഴുതാൻ കഴിയാതെ വിഭ്രാന്തിയോടുകൂടി നിൽക്കുകയാണ്. ഗർഭിണികൾ അവശരായ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഇങ്ങനെ മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധം എല്ലാ വീടുകളിലും പോലീസ് കാണിച്ച ഒരു നരനായാട്ടാണ് രാഷ്ട്രീയ കക്ഷിഭേദമെന്ന് എല്ലാ വീടുകളിൽ നിന്നും ഒരുപോലെ പറയുന്ന ഒരു അന്തരീക്ഷമുള്ളത്. ഒരു ഭാഗത്ത് CPM അക്രമം അഴിച്ചുവിടുക, മുസ്ലിം ലീഗ് ഓഫീസുകൾ അടിച്ചു തകർക്കുക, വീടുകൾ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ സംരക്ഷണം നൽകാനെന്ന പേരിലെത്തിയ പോലീസ് കൂടി അവർക്ക് കൂട്ടായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം താനൂരിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇത് നിയന്ത്രിക്കാനായില്ലെങ്കിൽ വളരെ ഒരു തീരപ്രദേശത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. വീടൊഴിഞ്ഞു പോവുകയാണ്. ഒരൊറ്റ വീട്, ഞങ്ങൾ പോയ പല തകർക്കപ്പെട്ട വീടുകളിൽ ആളില്ല. വീട് വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ്. എല്ലാം തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥ വളരെ ഭീതിയാണ്. കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഇതിനെതിരിൽ ശക്തമായി ഏകോപിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടാകണം. പോലീസിന്റെ അതിക്രമത്തിനെതിരിൽ അതുപോലെ നിരന്തരമായി സമാധാനം നിലനിൽക്കുന്ന പ്രദേശമാണ്. കാരണം അവിടെ ആദ്യം നേരത്തെ ഒരു ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് അവിടെ സ്ഥലം MLA സന്ദർശിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നീട് സ്വാഭാവികമായും ജനപ്രതിനിധികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സമാധാനമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അന്ന് രാത്രി ഭീകരമായ അക്രമമാണ് ഉണ്ടായത്. ഇത് വളരെയേറെ ഭയാനകമാണ്. ഇത് ഒരിക്കലും തന്നെ നീതീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരിൽ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. താങ്കൾ ആവശ്യപ്പെടുന്ന അമീർ എന്നൊരു പ്രദേശവാസി ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. അമീർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? വലിയ തോതിൽ കുട്ടികളെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇവരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതെന്താണ് നിങ്ങളുടെ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം എന്താണ്? കുറെ അധികം ആളുകൾ അവിടെ നിന്ന് ഇപ്പം മിസ്സായിട്ടുണ്ടല്ലോ. അവരൊക്കെ പോലീസ് കസ്റ്റഡിയിലാണോ ഉള്ളത്? 48ഓളം ആളുകളെയാണ് ഇന്നലെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. അതിൽ 16 പേരെ ഇന്ന് പുലർച്ചെ മോചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു +2 വിദ്യാർത്ഥി എക്സാം എഴുതേണ്ട ഒരു കുട്ടിയുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തീർച്ചയായും CPM അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളാണ്. കുറെ കാലമായി, ഏകദേശം ഒരു 20 വർഷത്തോളമായി ഈ പ്രദേശത്ത് വാർഷിക പരിപാടി എന്നോണം ഇടയ്ക്കിടയ്ക്ക് ഈ അക്രമങ്ങൾ നടക്കാറുണ്ട്. കൃത്യമായി പോലീസിന്റെ തേർവാഴ്ചക്ക് കാരണക്കാർ ഈ 2 പാർട്ടികളുമാണ്. പോലീസിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയ പണിയാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്ത് നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കുറെ കാലമായി. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാർട്ടികളുടെ പ്രോഗ്രാമുകളിലൂടെയാണ്, പരസ്പര വിദ്വേഷ പരിപാടികളിലൂടെയാണ് ഈ സംഘടനകൾ രൂപപ്പെടുന്നത്. ഒരു ഫ്ലെക്സ് ബോർഡ് തകർക്കുക, അല്ലെങ്കിൽ പോസ്റ്റർ തകർക്കുക, നിസ്സാരമായ കാരണങ്ങൾ വെച്ചിട്ടാണ് ഒരു പ്രദേശത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന അക്രമ സംഭവങ്ങൾ പലപ്പോഴും ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇതിന് കൃത്യമായ കാരണക്കാർ നമുക്കറിയാം. ഈ പ്രദേശത്തുകാർക്കും അറിയാം, മുസ്ലിം ലീഗും അതുപോലെ തന്നെ CPM-ഉമാണ്. അമീർ, അവിടെ പോലീസ് വലിയ തോതിലുള്ള അക്രമം നടത്തിയെന്നാണല്ലോ പറയുന്നത്. അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SI അടക്കമുള്ള അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണോ ഈ നിലയിൽ അവിടെ വലിയ തോതിലുള്ള അക്രമം അഴിച്ചുവിട്ടത്, വാഹനങ്ങൾ നശിപ്പിച്ചത്, വീടുകൾ തകർത്തത്, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞതൊക്കെ? മെനിയാന്ന് നടന്ന അക്രമ സംഭവങ്ങൾക്കിടയിൽ പോലീസുകാർക്ക് നേരെ ഭീകരമായ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇവിടുത്തെ CI-യുടെയും അതുപോലെ തന്നെ SI-യുടെ ഒക്കെ ശരീരത്തിലുള്ള എല്ലുകളൊക്കെ പൊട്ടി അവർ ഹോസ്പിറ്റലൈസ്ഡാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 7ഓളം പോലീസ് കോൺസ്റ്റബിൾമാരും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതിനുശേഷമാണ് ഏകദേശം സംഘടനകൾ അവസാനിച്ച് 12 മണിക്ക് ശേഷമാണ് MSP പോലീസുകാരുടെ തേർവാഴ്ചകൾ നടക്കുന്നത്. രാത്രി 1:30 മണിക്കും 2 മണിക്കുമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സാധാരണക്കാരെ, ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത സാധാരണക്കാരെ ഉറങ്ങിക്കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ടാണ്, ഭീകരമായി മർദ്ദിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കൊണ്ടുപോയത്. ഞാൻ ഇന്നലെ എയർ ക്യാമ്പിൽ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്തവർ സന്ദർശിച്ചിരുന്നു. അവരുടെ മൊഴികളിൽ നിന്ന് നമുക്ക് കിട്ടിയത്, വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് പോലീസുകാർ മർദ്ദനമൊന്നും ചെയ്തിരുന്നില്ല. വാഹനങ്ങളിലേക്ക് കയറ്റുമ്പോൾ, വലിയ വലിയ ബസ്സുകളിലേക്ക് പ്രതികളെ കൂട്ടത്തോടെ കയറ്റുമ്പോൾ ഭീകരമായ മർദ്ദനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ശരീരത്തിലൊക്കെ അതിന്റെ പാടുകൾ കാണാം. വളരെ പ്രായം ചെന്ന ആളുകളും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളടക്കമുള്ള ഒരു
പ്രായവ്യത്യാസവുമില്ലാതെയാണ് പോലീസ് ഭീകരമായ അഴിഞ്ഞാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത്. CPIM-ന്റെ താനൂർ ഏരിയ സെക്രട്ടറി ജയൻ ടെലിഫോൺ ലൈനിലുണ്ട്. ജയൻ, ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പ്രതികളെ പിടിക്കാൻ എന്ന പേരിലാണ് പോലീസ് ഈ നിലയിൽ വീടുകൾ കയറി അതിക്രമം കാണിക്കുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘർഷത്തിന്റെ മെറിട്ട് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് രണ്ടാമത് പോകാം. ഈ പ്രതികളെ പിടിക്കാനെന്ന പേരിൽ വീട്ടിൽ കയറി സ്ത്രീകളെ ആക്ഷേപിക്കുകയും അവിടുത്തെ പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്ന പോലീസിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, ഇതില് CPIM അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സംഘർഷത്തിന്റെ കാരണങ്ങൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് പോലീസ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം, ഗവൺമെന്റ് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആക്ഷേപം പൊതുവിൽ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. വീടുകൾ ആക്രമിക്കുക, അതേപോലെ തന്നെ റോഡ് സൈഡുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പരസ്യമായി തല്ലി തകർക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് അവിടുന്ന് പൊതുവെ നിഷ്പക്ഷമതികളായ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ പോലീസിനുള്ളിൽ ക്രിമിനൽസ് ഉണ്ടോ എന്ന പരിശോധന അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ ചില മേഖലകളിലെങ്കിലും അങ്ങനെ പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നല്ല ജാഗ്രതയോട് കൂടിയിട്ടുള്ള അന്വേഷണം അനിവാര്യമാണ്. കാരണം അക്രമ പ്രവർത്തനം തടയേണ്ട പോലീസ് തന്നെ ചിലപ്പോഴെങ്കിലും അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അവമതിപ്പ് ചെറുതാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CPIM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണല്ലോ നാട് ഭരിക്കുന്നത്. അവിടുത്തെ ലോക്കൽ പാർട്ടി ഈ പോലീസുകാർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വിരുദ്ധമായ പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ലോക്കൽ പോലീസ് ക്രിമിനൽ ആണെന്നും ഇത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന പോലീസാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടുത്തെ ലോക്കൽ പോലീസ് അല്ല. ഇത്രയും കാലം താനൂരിലുണ്ട്, താനൂരിലെ ലോക്കൽ പോലീസ് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടുത്തെ ലോക്കൽ പാർട്ടി, ആ പ്രദേശത്തെ പാർട്ടി ഈ പോലീസ് കാണിക്കുന്നത് വൃത്തികേടാണ് എന്ന കാര്യം നേതൃത്വത്തെ അറിയിക്കുന്നുണ്ടോ, നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ, ഞാൻ ചോദിക്കട്ടെ ശ്രീ ജയൻ, താങ്കൾ അവിടെ ഏരിയ സെക്രട്ടറി ആണല്ലോ. CPIM അവിടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമാണ്. നിങ്ങൾക്ക് ആക്ഷേപം കേട്ടു മാത്രമുള്ള വിവരമേ ഉള്ളോ? അവിടെ നേരിട്ട് നിങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടില്ലേ പോലീസ് അക്രമം നടത്തിയോ ഇല്ലയോ എന്ന്? ഇക്കാര്യത്തിൽ പോലീസ് നമുക്കിപ്പോ സംഭവസ്ഥലം നേരിട്ട് കണ്ട ആളുകളല്ല. നമ്മള് സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. CPIM-ന്റെ ലോക്കൽ പാർട്ടിക്ക് അവിടെ അതിനെക്കുറിച്ച് ഒരു ധാരണയും നേരിട്ട് ബോധ്യവുമില്ല. പോലീസ് ഇത്തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ തീർത്തും തെറ്റാണ്. ജനങ്ങൾക്കിടയിൽ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും തർക്കമുണ്ടാവില്ലല്ലോ. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ശ്രീ ജയൻ, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ പോലീസ് അതിക്രമം കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ നിമിഷവും വരെയും ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോധ്യവുമില്ല എന്നാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇത് അന്വേഷിക്കണം. പോലീസ് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസാണ് വീടുകളിൽ കയറി അക്രമം നടത്തി അതിന് വിധേയരായ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോ ഒട്ടുംപുറത്തുള്ള ഒരു വീട്ടിൽ കയറി പോലീസ് അക്രമം നടത്തി, റോഡ് സൈഡുകളിലെ വീടുകളിൽ പോലീസ് അക്രമം നടത്തി, അവിടെ നിർത്തിയിട്ട വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. അതിൽ പോലീസിന് പങ്കുണ്ട് എന്ന് നാട്ടിലെ ജനം വിശ്വസിച്ച് അവർ പറയുന്നുണ്ട്. ഇതിന് വിധേയരായ ആളുകൾ പറയുന്നുണ്ട്. അത് കൃത്യമായും പോലീസ് സ്പെഷ്യലായിട്ട് അന്വേഷിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് അന്വേഷണം നടത്താം. ഒരു സംശയമില്ല. ഇക്കാര്യത്തിൽ പോലീസിനെതിരായിട്ടുള്ള വീഴ്ച ഈ നാട്ടൊട്ടുക്ക് എല്ലായ്പ്പോഴും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അക്രമങ്ങൾക്കും കൂട്ടുപിടിക്കുക, ഇപ്പോൾ ചിലയിടത്ത് അക്രമത്തിന് നേതൃത്വം കൊടുക്കുക എന്നാണ് പോലീസിന്റെ പണി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ചർച്ച നടത്തുന്ന ആളുകൾക്ക് ഒരു അജണ്ട ഉണ്ടാവും. അതല്ല ഇവിടെ പ്രശ്നം. ആരാണോ കുറ്റവാളി അവർ കൃത്യമായി ശിക്ഷിക്കപ്പെടണം. അത് പോലീസിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അന്വേഷിക്കണം. പോലീസ് അവിടെ അതിക്രമം കാട്ടിയിട്ടുണ്ടെന്നും അവർ ശിക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ അജണ്ട. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാട്ടിയിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കുമില്ല. ചർച്ചന്റെ സത്തയോട് ഞങ്ങൾ യോജിക്കാനും. അല്ല, ആ കാര്യത്തിൽ നിങ്ങൾ സവിശേഷമായി ഇടപെടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മറ്റെല്ലാ പാർട്ടികളെക്കാളും കൂടുതൽ സ്വാധീനമുണ്ടല്ലോ. നിങ്ങളുടെ ഗവൺമെന്റാണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായി ഇടപെടാനും നടപടിക്ക് സമ്മർദ്ദം ചെലുത്താനും കഴിയും. തീർച്ചയായിട്ടും അതിലെന്താ സംശയമുള്ളത്? ഞങ്ങൾ ആ രീതിയിൽ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഇതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് എടുക്കുമെന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് വെറും പോലീസ് വലിയ സംഘർഷമാണ് നടന്നത്. ആ സംഘർഷത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള പോലീസിന്റെ അതിക്രമം മാത്രമല്ല, അവിടെ നടന്നിട്ടുള്ള ലീഗിന്റെ ഗുണ്ടായിസം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ചാപ്പപ്പടി, കോർമങ്കടപ്പ്, ചാപ്പപ്പടിയിലും അതേപോലെ തന്നെ പണ്ടാരക്കടപ്പുറം മേഖലയിൽ ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൗദു മൗലവി, നഫീസത്ത് ബീവി, ഉമ്മർ ബാഫയ്ക്ക് തങ്ങൾ, ഡോക്ടർ ശ്രീയൻകുട്ടി തുടങ്ങിയിട്ടുള്ള പരിണിതപ്രരായ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന EK ഇമ്പിച്ചി ബാവ, ഇവരൊക്കെ ആക്രമിക്കപ്പെട്ട സ്ഥലമാണ് ചാപ്പപ്പടി, പണ്ടാരക്കടപ്പുറം. അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ദീർഘകാലമായിട്ട് മുസ്ലിം ലീഗിന്റെ ഗുണ്ടായിസം നടക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ ആയിരുന്നു പാർലമെന്റ് സ്ഥാനാർത്ഥി. അന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള റോഡ് ഷോ ആക്രമിച്ചു. അതിനുശേഷം വി അബ്ദുറഹ്മാൻ ആയിരുന്നു അവിടുത്തെ നിയമസഭാ സ്ഥാനാർത്ഥി. ആ നിയമസഭാ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചു.
AGP ആയിരുന്നപ്പോൾ AGP ആയിട്ടുള്ള അഡ്വക്കേറ്റ് റൌഫിനെ, അതേപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഉസ്മാൻ ഹാജിയെ ഭീകരമായി മർദ്ദിച്ചു, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെ നടന്ന സ്ഥലമാണ് പണ്ടാരംകടപ്പുറം ചാപ്പപ്പടി പ്രദേശം. ആ പ്രദേശത്തെ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇത് കേൾക്കൂ. നേരത്തെ ഒരു നാട്ടുകാരൻ പറയുന്നത് അവിടെ നിരന്തരമായി പോലീസിന് ഇത്തരം അതിക്രമം കാണിക്കാൻ, ആളുകളെ തിരഞ്ഞ് വീടുകൾ കയറി വന്ന് അസഭ്യം പറയാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന്. അത് ഒരു സത്യം അതിലുണ്ട്. കാരണം താനൂരിൽ നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ വേദിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് താനൂർ വേദിയായിരുന്നു എന്നത് എനിക്ക് പോലും നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ അവിടെ പോയിരുന്നു ഒരു പരിപാടി അവതരിപ്പിക്കാൻ. അവിടെ വലിയ സംഘർഷങ്ങളുടെ നടുവിൽ നിന്ന് ആ പരിപാടി അവതരിപ്പിക്കാൻ കഴിയാതെ മടങ്ങിപ്പോരുകയായിരുന്നു. ആ നിലയിലുള്ള സംഘർഷ പശ്ചാത്തലം അവിടെ ഉണ്ട്. അപ്പോൾ പോലീസിന് കൂടുതൽ പ്രത്യേകമായ സുരക്ഷാ സേനയെ വിന്യസിക്കാൻ, അന്വേഷണത്തിന്റെ പേരിൽ വീടുകൾ കയറിയിറങ്ങാൻ ഒരു നിരന്തര സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് പാർട്ടികൾ അവിടെ. അല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് 10 വർഷമായി താനൂരിൽ ഞാൻ ജനപ്രതിനിധിയായിരുന്നു. താനൂരിൽ ഞാൻ ജനപ്രതിനിധിയാകുന്ന ഘട്ടത്തിൽ താനൂർ തീരപ്രദേശത്ത് റാസിഖ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന പശ്ചാത്തലത്തിലൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. ഒരു പ്രവർത്തകനെ കുത്തിക്കൊന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടുത്തെ പള്ളി CPM-കാർ ആക്രമിക്കുകയുണ്ടായി ആ പ്രദേശത്ത്. ഇങ്ങനെ ഒട്ടേറെ അക്രമങ്ങൾ നടന്നൊരു പ്രദേശത്ത് MLA ആയിട്ട് ഈ 10 വർഷത്തിനിടയിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരാളോട് നിഷ്പക്ഷമായി നിങ്ങൾ അന്വേഷിക്കുക. പിന്നീട് ഈ 10 വർഷം സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവിടെ അക്രമം ഉണ്ടായിട്ടില്ല. ജനങ്ങളെ നീതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എന്നതിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് MLA സ്ഥാനവും മറ്റും മാറി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു വന്ന് ഏറ്റവും ഒടുവിൽ പിന്നീട് ഒരു ദിവസം പോലും താനൂർ തീരദേശത്ത് ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത വിധം അക്രമ സംഭവങ്ങളിലേക്ക് ആരാണ് മാറ്റിയത്? എവിടെ നിന്നാണ് ഇത്തരം ഗുണ്ടായിസം ഉണ്ടാകുന്നത്? ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി പരിശോധിക്ക്. പെട്രോൾ ബോംബ് എറിഞ്ഞും വാളുകൊണ്ട് വെട്ടിയും ഒക്കെ ആക്രമിച്ചത് ആരാണ്? ലീഗുകാരാണോ? ഈ അക്രമം ഇന്നലെ നടത്തിയത് അവിടെ പോയാൽ ഏതാളുകൾക്കും കാണാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ഈ രീതിയിൽ അക്രമം നടത്തിയിട്ട് അക്രമത്തിന് പിന്നീട് മുഖം നൽകുക, പുരാണ കാലഘട്ടത്തിലെ ചരിത്രം, സ്വാതന്ത്ര്യ സമരം മുതലുള്ള ചരിത്രം പറയുക, അതല്ലല്ലോ. ഈ 10 വർഷത്തിനിടയിൽ താനൂരിലുണ്ടായ സംഭവങ്ങൾ നമ്മളൊന്ന് വിലയിരുത്ത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഉണ്ടായ സംഘർഷം നിങ്ങൾക്കൊക്കെ അറിയാം. എന്തായിരുന്നു അവിടെ ഉണ്ടായ സംഘർഷം? തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണത്തിലെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. അതല്ല വിഷയം. അതിനപ്പുറം ഇതുപോലെയുള്ള നിരപരാധികളായ ആളുകൾക്ക് നേരെ, പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ അക്രമം കാണിക്കുക. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം CPM-ഉം ലീഗും തമ്മിലുള്ള സംഘർഷമുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങൾക്കപ്പുറം ഞാൻ പറയുന്നത് അതിന്റെ ന്യായാന്യായങ്ങൾക്ക് അപ്പുറത്തേക്ക് പോലീസിന്റെ അതിക്രമം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഒരു നാട്ടുകാരൻ ഇപ്പോൾ പറയുന്നത് ഈ 2 പാർട്ടികൾ ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ അവസരം തരുന്നില്ല എന്നാണ്. മുസ്ലിം ലീഗിന്റെ ആളുകൾ അവിടെ ഒരു അക്രമവും കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുന്ന ആൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. പോലീസ് കേസുകളുടെ ചരിത്രം പരിശോധിച്ചാലും അതിൽ നിരവധിയായ മുസ്ലിം ലീഗ് പ്രവർത്തകർ അക്രമത്തിന്റെ പേരിൽ പിടിയിലുണ്ട്. CPIM-ഉം അപ്പുറത്ത് അതുപോലെ തന്നെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് വസ്തുതാപരമായ ഒരു പഠനം നടത്തിയാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, പോലീസിനെ കുറ്റപ്പെടുന്ന അവിടെ നിൽക്കട്ടെ, പോലീസ് ഈ കാര്യത്തിൽ ക്രിമിനൽ സ്വഭാവത്തോടെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ പെരുമാറിയവരല്ല നിങ്ങൾ 2 പാർട്ടികളും താനൂരിൽ എന്നത് വസ്തുതയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ താനൂരിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് സാധാരണക്കാരെ ജനങ്ങൾ പറയട്ടെ എത്ര വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത്തരം ഭീകരമായ അക്രമങ്ങളൊന്നും താനൂരിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളിൽ ഒരു പുതിയ അന്തരീക്ഷത്തിൽ അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാനാകുന്ന അന്തരീക്ഷം ഉണ്ടാകുകയും അവരത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അക്രമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്കറിയാം തെരഞ്ഞെടുപ്പിലുള്ള ജയം രാഷ്ട്രീയമായിരുന്നില്ല. അത് രാഷ്ട്രീയമാക്കി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവർക്കിടയിൽ അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനുള്ള പരിശ്രമങ്ങൾ കൂടി നടക്കുകയാണ്. അതിനവർ പോലീസിന് ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റം. രാഷ്ട്രീയ പാർട്ടികൾ ജയൻ, നിങ്ങൾ അവിടെ വിജയിച്ചതിന് ശേഷം നിങ്ങളുടെ അപ്രമാദിത്വം സ്ഥാപിക്കാൻ നിങ്ങൾ അവിടെ നിരന്തരം അക്രമം നടത്തുന്നു എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിന് വേണ്ടി ആരോപിക്കുന്നത്. അതിന് നിങ്ങൾക്ക് അംഗബലമില്ലാത്ത സ്ഥലത്ത് പോലീസിനെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ എതിരാളികളുടെ മേഖലകളിൽ അക്രമം നടത്തുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. 5 വർഷത്തെ UDF ഈ ജനപ്രതിനിധി അബ്ദുറഹ്മാൻ രണ്ടത്താണി അല്ലായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. ഏകപക്ഷീയമായ ആക്രമണം CPIM-ന് നേർക്കല്ലേ വന്നത്. 4-ൽ 3 ഭൂരിപക്ഷത്തിന് ലീഗ് ജയിക്കുന്ന സ്ഥലല്ലേ പണ്ടാരംകടപ്പുറം ചാപ്പപ്പടി. ഏത് കുഞ്ഞു കുട്ടിനോട് ചോദിച്ചാൽ ഇത് മനസ്സിലാവില്ലേ? പിന്നെ അദ്ദേഹം എന്തിനാ തെറ്റിദ്ധരിപ്പിക്കണത്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോ എന്തിനാ ഞങ്ങളെ റോഡ് ഷോയ്ക്ക് നേരെ ആക്രമിച്ചു വിട്ടത്? എന്തിനാ ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചത്? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളല്ലേ ഇതിന്റെ നേതാക്കന്മാർ? മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കണില്ലേ? ഈ നേതൃത്വം കൊടുക്കുന്ന ആളുകളെയല്ലേ ഇവർ മറച്ചു പിടിക്കുന്നത്? എവിടെയാണ് സംഘർഷം ഉണ്ടാവുന്നത്? ചാപ്പപ്പടിയിലും പണ്ടാരംകടപ്പുറത്തും അല്ലേ? ഇത് മുസ്ലിം ലീഗിന്റെ സ്വാധീന കേന്ദ്രമല്ലേ?
ഞാൻ ചരിത്രം പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രം മുഴുവൻ നോക്ക്, അവിടെ ഉണ്ടായിട്ടുള്ള കേസുകൾ മുഴുവൻ എടുത്ത് പരിശോധിക്കുക. ആർക്കൊക്കെ നേർക്ക് ആക്രമണം നടന്നു? മുസ്ലിം ലീഗിന്റെ ഗുണ്ടായുസം. ആ ഗുണ്ടായുസത്തിന് അബ്ദുറഹ്മാൻ രണ്ടത്താണി കൊടി പിടിക്കുകയാണ്. കാരണം അദ്ദേഹം തോറ്റു. ആ തോറ്റത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ട്. ജയിച്ച MLA ഒരു പരിപാടി നടത്താൻ പാടില്ല, തീരപ്രദേശത്ത് തന്നെ അജണ്ട ഉണ്ട്. ആ അജണ്ട നടപ്പാക്കാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ ഒരിക്കലും സമാധാനത്തിനെതിരല്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അടുത്ത് ഞങ്ങൾ പോയി. ഉണ്ണിയാൽ ഒരാൾ മരണപ്പെട്ടു. ഞങ്ങളതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചവരല്ല. ഞങ്ങളതിൽ നല്ല രീതിയിൽ അവരോട് പശ്ചാത്തലപ്പിക്കാൻ എന്തെങ്കിലും രീതിയിലുള്ള എല്ലാ പരിഹാരങ്ങളും ചെയ്യാം. അത്തരം ആരോപണം താങ്കൾ ആവർത്തിക്കുകയാണ്. അമീർ എന്ന പ്രദേശവാസി തുടരുന്നു. അമീർ, ഇപ്പോ അവിടെ അക്രമം നടത്തിയ പോലീസുകാർ അവിടെ തന്നെ ലോക്കൽ പോലീസിലുള്ളവരാണോ അതോ പുറത്തുനിന്ന് അധിക സുരക്ഷയുടെ പേരിൽ വന്ന പോലീസുകാരാണോ ഇത്തരം അതിക്രമം കാട്ടിയിട്ടുള്ളത്? ഈ ചർച്ചയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ താനൂരിൽ സംഘർഷമുണ്ട്. ഇപ്പൊ മീഡിയ വണ്ണിലും രണ്ട് പ്രതിനിധികൾ പരസ്പരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് നിരന്തരമായി സംഘർഷത്തിലാണ് ഒരു നാട്ടിൽ. പോലീസുകാര് രണ്ടാം ഘട്ടത്തിൽ വരുന്നതാണ്. നിരന്തരമായ സംഘർഷത്തിൽ നിന്നാണ് ഈ നാട്ടിൽ അസമാധാനം ഉണ്ടാവുന്നത്. പോലീസുകാര് രംഗം കൈയടക്കുന്നത്, പോലീസുകാര് ഇവിടെ അവരുടെ രാജി പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു അവസ്ഥ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ലോക്കൽ പോലീസ് എന്ന് പറയുന്നത് ഇവരുടെ അക്രമങ്ങൾക്ക് വിധേയരാവുകയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുകയും പുറമേ നിന്ന് പുതിയ ആളുകൾ ഇവിടെ ചാർജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു അനുഭവം, പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചോദ്യത്തിനും മൗനമാണ് മറുപടി. കാരണം പുതിയ പോലീസുകാർ മറുപടി പറയാൻ തയ്യാറല്ല. അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയം അറിയില്ല, ഇവിടുത്തെ പൾസ് അറിയില്ല. പിടിക്കപ്പെടുന്നവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നില്ല. ഇപ്പൊ ഇന്നലെ രാവിലെ മുഴുവൻ ഈ രണ്ട് ജനപ്രതിനിധികളോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും എവിടേക്കാണ് പ്രതികളെ കൊണ്ടുപോയത്. അവർക്കും അറിയില്ല, പോലീസുകാർ അതിന് മറുപടിയും പറയുന്നില്ല. ഇതാണ് ഈ ജനത അനുഭവിക്കുന്ന വലിയ പ്രശ്നം. പോലീസുകാർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഈ രണ്ട് പാർട്ടികളാണ്. മുസ്ലിം CPM-നും ഈ രണ്ട് ഗുണ്ടാ പാർട്ടികൾക്കും അതിൽ തുല്യമായ പങ്കുണ്ട് എന്നാണ് താങ്കൾ അങ്ങനെ ഒരു പൊതുവായ ആരോപണം ഉന്നയിക്കുകയാണ്. അമീർ, അവിടെ ആളുകൾ വലിയ തോതിൽ പലായനം ചെയ്യുന്നുണ്ടോ, പ്രത്യേകിച്ച് ആൺകുട്ടികളായ ആളുകൾ പോലീസ് നടപടിയെ പേടിച്ച്? ഇന്നലെ സ്ത്രീകളടക്കമുള്ള ചെറിയ കുട്ടികൾ, പിഞ്ചു പൈതങ്ങളെയും തോളിലേറ്റിക്കൊണ്ട് പാലായനത്തിലെ ആളുകൾ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും പച്ചക്കറിയും അവരുടെ ഭക്ഷണാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്നാണ് തിരിച്ചു വരാന്നുള്ള ഒരു ബോധമില്ലാതെ പാലായനം ചെയ്യാം. താനൂരിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ